ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ദൃഷ്ടിദോഷം നമ്മളെ ബാധിക്കുമോ, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ആ ഒരു നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കുമോ, ഇതിന്റെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ബന്ധങ്ങളിലോ നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ കരിയറിലോ ഒക്കെ ബാധിക്കുമോ എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറിത്തിങ് ഈസ് എനർജി, അതായത് എല്ലാം എനർജി ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരാളെ കാണുന്നു, നിങ്ങൾ അവരോട് സംസാരിക്കുന്നു, അവർ നിങ്ങളോടും സംസാരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഊർജ കൈമാറ്റമാണ് നടക്കുന്നത്. അതായത് അവർ ഊർജം എടുക്കുന്നു, നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ഊർജം നൽകുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു എനർജി എക്സ്ചേഞ്ച് ഉറപ്പായിട്ടും അവിടെ സംഭവിക്കും. നിങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അവരെ കാണുകയാണെങ്കിലോ എങ്ങനെയായാലും ഇവിടെ ഒരു ഊർജ കൈമാറ്റം നടക്കും, അല്ലെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കും. അത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്, നമ്മൾ എത്രത്തോളം നമ്മുടെ സാധന സ്ട്രോങ് ആക്കുന്നുവോ, നിങ്ങളുടെ സാധന കൂടുതൽ ശക്തമാകും തോറും, നിങ്ങൾ നിങ്ങളിൽ തന്നെ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയെ സ്വയം പുറന്തള്ളി കളയാനുള്ള ആ ഒരു പവർ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എനർജി എടുക്കാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക. എനർജി എപ്പോഴും കൈമാറ്റം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന എല്ലാ വ്യക്തികളും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് ചിന്ത ആയിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള വ്യക്തികളുടെ മുൻപിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എനർജി ലെവല് ഡിപ്പാകും, അതായത് കുറഞ്ഞു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, അതായത് ചിലപ്പോഴൊക്കെ ചില ബന്ധുക്കള് അല്ലെങ്കിൽ ചില ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഫീലിംഗ് ഉണ്ടാകാറില്ല. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ലത് അല്ല ചിന്തിക്കുന്നത് എന്ന്. അത് സത്യമാണ്. നിങ്ങളുടെ ഈ ഒരു തോന്നല് സത്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ ഫീലിങ്സ് ഒരിക്കലും തെറ്റാറില്ല. നിങ്ങളുടെ ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എപ്പോഴും സിഗ്നല് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യരുത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി നല്ലതല്ല എന്നാണ്. അതായത് നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരാൾ നിങ്ങളെക്കുറിച്ച് നല്ലതല്ല ചിന്തിക്കുന്നത്, നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി കടത്തിവിടാൻ ശ്രമിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അവരെക്കുറിച്ച് ഇനി മുതൽ കുറച്ചു മാത്രം ചിന്തിക്കുക. അവരുമായിട്ട് അധികം ഇന്ററാക്ട് ചെയ്യാതെ ഇരിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവ് ഉദ്ദേശത്തോടെ ഒരാൾ എന്നെ നോക്കിയാൽ അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിന് എൻ്റെ മേല് സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് എന്നാണ്. അതായത് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയമാണോ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഭയമാണോ, നിങ്ങൾ എന്തെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യം ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭയമാണോ ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭയം നിങ്ങളുടെ എനർജിയെ കുറയ്ക്കും. എന്തെങ്കിലുമൊക്കെ മോശം കാര്യങ്ങൾ ഇതുവഴി സംഭവിക്കാം. മറ്റുള്ളവർക്ക് ഈ പവർ ഒരിക്കലും കൊടുക്കരുത്. ഇവിടെ നിങ്ങളുടെ ഭയമാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു എൻവയോൺമെന്റില് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു നല്ല ഫീലിംഗ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ മാറുക. പൂർണ്ണമായും അവിടെ നിന്നും മാറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ സ്ട്രോങ് ആക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്യുക. അതായത് എത്രത്തോളം പോസിറ്റീവ് ആകാൻ നിങ്ങൾക്ക് പറ്റുന്നോ അത്രത്തോളം നിങ്ങളുടെ എനർജിക്കും പവർ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി തിരിച്ചു കിട്ടുകയും ചെയ്യും.
ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ വരികയുമില്ല, നിങ്ങളെ സ്വാധീനിക്കുകയുമില്ല. അല്ല, ഇനി ആരെങ്കിലും നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടെ നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓർത്തു വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മന്ത്രജപം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, പോസിറ്റീവായിട്ടുള്ള അഫോർമേഷൻസ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. വേർഡ്സ്, തോട്ട്സ്, ഫീലിങ്സ്, വൈബ്രേഷൻസ് ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. നിങ്ങളുടെ എനർജി സ്ട്രോങ് ആയിക്കൊണ്ട് ഇരിക്കും തോറും നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണോ അതിൻ്റെ പ്രഭാവം നിങ്ങളിൽ നിന്നും ഇല്ലാതാകും. നിങ്ങൾ എപ്പോഴാണോ ആരോ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഫോക്കസ് ആ ഒരു വ്യക്തിയിൽ നിന്നും വിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ എനർജിയിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അത് വരാൻ നമുക്ക് മന്ത്രജപം ചെയ്യാവുന്നതാണ്. ഓം ചാൻഡിങ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഗായത്രി മന്ത്രം ഉപയോഗിക്കാം. മറ്റുള്ളവർ നമുക്ക് തരുന്ന നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം പോലും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്. എനിക്ക് നല്ലത് വരണം, ഒരു നെഗറ്റിവിറ്റിയും ഒരു കണ്ണീറും എന്നെ ബാധിക്കരുത്, എന്നെ തൊടരുത്, എൻ്റെ മേൽ ഏൽക്കരുത്. ഇനി എന്തെങ്കിലും നെഗറ്റിവിറ്റി എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായും ഇല്ലാതാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മന്ത്രജപം ചെയ്യണം. ഈ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ ബാഡ് കർമാസിൽ നിന്നും, നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ മുക്തരാകും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ സംസാരത്തിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാറുണ്ട്? നിങ്ങൾ മറ്റുള്ളവരോട് എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉപയോഗിക്കുന്നത്? ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ? എൻ്റെ കാര്യം പോക്ക, എനിക്കൊന്നിനും കഴിയില്ല, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ അവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. അത് മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് പുതിയ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങളിലേക്ക് തരാനുള്ള ഒരു കാരണമാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് അവർ നിങ്ങളോട് നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കാം. ഓർക്കുക, നിങ്ങൾ അതിന് ഒരു അവസരം കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ എനർജി സെൻസിറ്റീവ് ആണെങ്കിൽ, വൾണറബിൾ ആണെങ്കിൽ, അത് അത്ര സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും അതിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അവരെ ഡെയിലി കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല. എൻ്റെ ജീവിതം അത്ര നല്ലതല്ല, എൻ്റെ ലൈഫ് യൂസ്ലെസ് ആണ്, എനിക്ക് ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ എനർജി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ എനർജി അവിടെ വീക്ക് ആവുകയാണ്. ആർക്കും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഈ ഒരു സമയത്ത്, നിങ്ങൾ വീക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവഴി കൊണ്ടുവരാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടാനുണ്ട്, നിങ്ങൾക്ക് എവിടേക്ക് പോകണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള വിഷൻസ് ഉണ്ടാക്കുക. അതുപോലെ നിങ്ങളിൽ തന്നെ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോൾ, കമ്മിറ്റ്മെന്റോടുകൂടി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, ഫോക്കസ് ആയി വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഒരു കാര്യത്തിലും നിങ്ങളുടെ ശ്രദ്ധ പോകില്ല. എത്രത്തോളം നമ്മുടെ മൈൻഡ് ഐഡിയൽ ആക്കി വെക്കുന്നുവോ അത്രത്തോളം നമുക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിഷൻ ഇല്ല, ലക്ഷ്യമില്ല എങ്കിൽ എന്ത് പറ്റും? നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരുപാട് മോശം ചിന്തകൾ വരും. ഈ ചിന്തകള് കൂടുതൽ മോശം തോന്നലുകള് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. ഈ മോശം തോന്നലുകള് നിങ്ങളുടെ വൈബ്രേഷൻസിനെ വീണ്ടും താഴേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ ബിസിയാക്കി വെക്കുക. നല്ല കാര്യങ്ങളിൽ ബിസിയാക്കി നിങ്ങളെ വെക്കുക. വീട്ടിലെ ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല മനസ്സോടുകൂടി ചെയ്യുക. ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാം.
അല്ല ഇനി ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലോ അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യുമ്പോഴോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. അതായത് എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്യുക. ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും ഈ ചിന്ത വെക്കുമ്പോൾ ഞാൻ ഈശ്വരന് വേണ്ടിയാണ് ചെയ്യുന്നത്, എൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്ന് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യത്തിൽ നമ്മുടെ മൈൻഡ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾ മൈൻഡ്ഫുള്ളായി എന്ത് കാര്യം ചെയ്താലും ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇനി നെഗറ്റിവിറ്റി തരാൻ നോക്കിയാൽ പോലും അതിൻ്റെ എഫക്റ്റ് നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളിൽ വന്നാലും അത് തിരിച്ച് അത് എവിടെ നിന്നാണോ വന്നേ അവിടെ തന്നെ പോകും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതുവഴി നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആകും. ഈ സമയത്ത് എന്താണോ സംഭവിക്കുന്നത്, എന്താണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രം ശ്രദ്ധിക്കുക. പ്രസന്റിൽ ജീവിക്കുക. എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയിട്ടാണ് നടന്നത് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള തെറ്റായ ചിന്തകൾ പോവുകയും നിങ്ങളുടെ എനർജി വീണ്ടും സ്ട്രോങ് ആവുകയും ചെയ്യും. ഇത് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് റിലീജിയസ്ലി പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മുടെ ഇഷ്ട ദൈവത്തോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇഷ്ട ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ പുതിയൊരു ദിവസം തുടങ്ങണമെന്നല്ല. അതുപോലെ ദൈവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ ഒരു ജീവിതത്തിന് നന്ദി പറയാനും തുടങ്ങുക. ഇത് നിങ്ങളെ നിങ്ങളുടെ ഡിവൈൻ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി, നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ എനർജി നല്ലതാവുകയും ചെയ്യും, പോസിറ്റീവ് ആവുകയും ചെയ്യും.